ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ വെള്ളം വറ്റിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം വറ്റിക്കാതെയും ഊറ്റിയിട്ടും നൂഡിൽസ് വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാ താല്പര്യമെങ്കിൽ അതേമാതിരി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 3 കോഴിമുട്ട വെള്ളയും മഞ്ഞയും വേർതിരിച്ച് പൊട്ടിച്ചെടുക്കാം. ഇനി മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3 കോഴിമുട്ടയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കോഴിമുട്ടയുടെ വെള്ളയിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഓയിൽ ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ വരുന്ന പാക്കറ്റിലുള്ള പൗഡർ ഇട്ട് കൊടുക്കാം. അരമുറി നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ തീരെ ഓയിൽ ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ഓയിൽ ചേർക്കാവുന്നതാണ്. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്ത ശേഷം മെല്ലെ ഒന്ന് പരത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ടൈമിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് നടുവിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയുടെ മഞ്ഞ. അതിന് പകരമായിട്ട് മുട്ടയുടെ ആ കൂടിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കുമ്പോഴാണ് മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടിയും ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.